ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 8th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ നോട്ട്സാണ്. ഇതിൽ ഇംഗ്ലീഷ് മീഡിയമാണ് ഉൾപ്പെടുത്തുന്നത്. മലയാളം മീഡിയത്തിൽ മലയാളത്തിലും കൂടി നമ്മൾ ആൻസർ പറയുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് വർ ദ മെയിൻ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻസ്പയർഡ് യൂറോപ്യൻസ് ടു ഫൈൻഡ് എ സീ റൂട്ട് ടു ദ ഈസ്റ്റ്? അതായത് കിഴക്ക് ദിശയിലേക്ക് അല്ലേ ഒരു സമുദ്രപാത കണ്ടെത്തുന്നതിന് ബ്രിട്ടീഷുകാർ, അതായത് what were the main factors that inspired Europeans to find a sea route to the east? അതായത് കിഴക്ക് ദിശയിലേക്ക് ഒരു സമുദ്രപാത കണ്ടെത്തുന്നതിന് യൂറോപ്പിനെ ഇൻസ്പയർ ചെയ്ത മെയിൻ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ്? യെസ്, ദ ടെക്നോളജിക്കൽ അഡ്വാൻസസ് ഇൻ യൂറോപ്യൻ ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് സെയിലിംഗ്. അതായത് യൂറോപ്പിൽ കപ്പൽ നിർമ്മാണത്തിലും അതുപോലെ തന്നെ എന്താണ് കപ്പൽ യാത്രയിലും കൈവരിച്ച ടെക്നോളജിക്കൽ അഡ്വാൻസ് ആണ്. ടെക്നോളജിക്കൽ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ സാങ്കേതിക പുരോഗതി അല്ലേ. ഓക്കെ, ദെൻ ഗ്രോത്ത് ഇൻ നോളജ് അബൌട്ട് ജോഗ്രഫി. അതുപോലെ തന്നെ ജോഗ്രഫി എന്ന് പറഞ്ഞാൽ ഭൂമിശാസ്ത്രം അല്ലേ. ഭൂമിശാസ്ത്ര പരിജ്ഞാനത്തിലുണ്ടായ വളർച്ച. ദെൻ അഡ്വാൻസസ് മെയ്ഡ് ഇൻ കോമ്പസ് ആൻഡ് മാപ്പ് മേക്കിങ്ങിലും കോമ്പസ് അറിയാലോ, നമുക്ക് ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന. യെസ്, കോമ്പസും അതുപോലെ തന്നെ മാപ്പ് മേക്കിങ്ങിലൊക്കെ എന്താണ് അവയിലുണ്ടായ പുരോഗതിയാണ്. ദെൻ ട്രാവൽ റൈറ്റിംഗ്സ് ബൈ വോയേജേഴ്സ് പ്രൊവൈഡഡ് ബൈ നോളജ് അബൌട്ട് ന്യൂ ടെറിട്ടറീസ് ആൻഡ് ദെയർ വെൽത്ത്. അതുപോലെ തന്നെ പുതിയ പ്രദേശങ്ങളെയും അവിടുത്തെ സമ്പത്തിനെയും കുറിച്ചിട്ട് ട്രാവൽ റൈറ്റിംഗ് അല്ലേ. വോയേജേഴ്സ് എന്ന് പറഞ്ഞാൽ സഞ്ചാരികളല്ലേ, അവർ നടത്തിയ ട്രാവൽ റൈറ്റിംഗ്സ് യാത്രാ വിവരണങ്ങൾ തന്ന അറിവ്. Then the commercial market for Asian products like pepper in Europe. യൂറോപ്പിലെ കുരുമുളകടക്കമുള്ള ഏഷ്യൻ ഉൽപ്പന്നങ്ങൾക്കുണ്ടായിരുന്ന കൊമേഴ്ഷ്യൽ മാർക്കറ്റ് അല്ലേ, കച്ചവട സാധ്യതയാണ് പറയുന്നത്. ദെൻ കോൺക്വസ്റ്റ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ബൈ ദ ടർക്സ്. അതായത് തുർക്കികൾ എന്താണ് കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കി. ഇത്രയും ഘടകങ്ങളാണല്ലേ യൂറോപ്പിലെ എന്തിനും നിർബന്ധിതനെ ഇൻസ്പയർഡ് ആക്കിയത്. യെസ്, ഫൈൻഡ് എ സീ റൂട്ട് ടു ദ ഈസ്റ്റ്. കിഴക്ക് ദിശയിലേക്ക് ഒരു സമുദ്രപാത കണ്ടെത്തുന്നതിന് യൂറോപ്യന്മാരെ ഇൻസ്പയർ ചെയ്ത ഫാക്ടേഴ്സാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വാസ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ബിഹൈൻഡ് സെറ്റിംഗ് അപ്പ് ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതായത് സ്ഥാപിതമാകാനുള്ള ഒരു മെയിൻ ഒബ്ജക്റ്റീവ് എന്തായിരുന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? യെസ്, ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാസ് എസ്റ്റാബ്ലിഷ് ട്രേഡ് ലിങ്ക്സ് അല്ലേ in the eastern regions. Later it conquered India. Then third question, what was Constantinople's strategic importance in trade? എന്താണ് കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് എന്താണെന്നല്ലേ ചോദിച്ചിട്ടുള്ളത്. സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് എന്താണ്? യെസ്, കോൺസ്റ്റാന്റിനോപ്പിൾ വാസ് എൻ ഇമ്പോർട്ടൻറ്റ് ഹബ് ബിറ്റ്വീൻ യൂറോപ്പ് ആൻഡ് ഏഷ്യ. യൂറോപ്പും ഏഷ്യയ്ക്കും ഇടയിലുള്ള പ്രധാന കേന്ദ്രമായിരുന്നു എന്ന് പറയുന്നത്. യെസ്, കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത്. ദിസ് വാസ് ദ ലിങ്ക് ഫോർ ദ ലാൻഡ് ട്രേഡ് ബിറ്റ്വീൻ യൂറോപ്പ് ആൻഡ് ഏഷ്യ. യൂറോപ്പും ഏഷ്യയും തമ്മിലുള്ള കരവ്യാപാരത്തിൻ്റെ ഒരു മെയിൻ ലിങ്ക് ആയിരുന്നു ഏതെന്ന് പറയുന്നത്. യെസ്, കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത്. ദെൻ ഹൂ ക്യാപ്ചേർഡ് കോൺസ്റ്റാന്റിനോപ്പിൾ? ആരാണ് കോൺസ്റ്റാന്റിനോപ്പിൾ ക്യാപ്ചർ മീൻസ് എന്താണ്? യെസ്, പിടിച്ചടക്കിയതല്ലേ. യെസ്, ഇൻ 1453 the Turks captured Constantinople. 1453 എന്താണ് തുർക്കികളാണ് എന്ത് ചെയ്തത്? കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത് അല്ലേ. വിച്ച് പ്രിവെന്റഡ് യൂറോപ്യൻ ട്രേഡ് യൂസിങ് ദിസ് ഹബ്. ദിസ് ഫോഴ്സ്ഡ് യൂറോപ്യൻസ് ടു ഫൈൻഡ് ന്യൂ സീ റൂട്ട്സ്. അതായത് എന്താണ് ഇതുവഴിയുള്ള യൂറോപ്യരുടെ വ്യാപാരം തടയുകയും ചെയ്തല്ലേ ഇവർ. തുടർന്ന് എന്ത് ചെയ്യേണ്ടി വന്നു ഇവർക്ക്? യെസ്, ദിസ് ഫോഴ്സ്ഡ് യൂറോപ്യൻസ് ടു ഫൈൻഡ് ന്യൂ സീ റൂട്ട്സ്. തുടർന്ന് പുതിയ പാത കണ്ടെത്തുന്നതിന് എന്തായി? യൂറോപ്യര് നിർബന്ധിതരായി. The next question, who are the various European countries that came to India for trade? ഏതൊക്കെ യൂറോപ്യൻ കൺട്രീസാണ് വന്നിട്ടുള്ളത്? യെസ്, പോർച്ചുഗീസ്, ദ ഡച്ച്, ദ ഇംഗ്ലീഷ് ആൻഡ് ദി ഫ്രഞ്ച്. ദെൻ അബൌട്ട് കോൺസ്റ്റാന്റിനോപ്പിളിനെ കുറിച്ചിട്ടാണ് നെക്സ്റ്റ് കൊടുത്തിട്ടുള്ളത്. കോൺസ്റ്റാന്റിനോപ്പിൾ വാസ് എൻ ഇമ്പോർട്ടൻറ്റ് ഹബ് ബിറ്റ്വീൻ യൂറോപ്പ് ആൻഡ് ഏഷ്യ. യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ള പ്രധാന കേന്ദ്രമായിരുന്നു ഏതെന്ന് പറയുന്നത്. യെസ്, കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത്. ദിസ് വാസ് ദ ലിങ്ക് ഫോർ ദ ലാൻഡ് ട്രേഡ് ബിറ്റ്വീൻ യൂറോപ്പ് ആൻഡ് ഏഷ്യ. ഇൻ 1453 the Turks captured the place which prevented further European trade using this hub. This forced Europeans to find an alternate route. ഓക്കെ, ഇതൊക്കെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വാസ് ദ മെയിൻ ഫാക്ടേഴ്സ് ദാറ്റ് എൻകറേജ് ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനീസ് ട്രേഡ് എഫേർട്സ്?
What was the main factors that encouraged the English East India Company's trade efforts? എന്തൊക്കെയാണ്? Yes, the commercial market for Asian products, then the disruption of land trade due to the conquest of Constantinople by the Turks, and technological advances in Europe, shipbuilding and sailing. Then ships of Vasco da Gama. The ships of Vasco da Gama and his crew reached in India with 3 ships named Sayo Gabriel, then Sayo Rael, പിന്നെ ഏതാണ് റാഫേൽ അല്ലേ, സായോ റാഫേൽ ആൻഡ് ബെറിയോ. സാവോ ഗബ്രിയേൽ, ദെൻ സാവോ റാഫേൽ ആൻഡ് ബെറിയോ. അപ്പോൾ ഏതൊക്കെയാണ് 3 ഷിപ്പുകളെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. ഹു വാസ് ദ ഫസ്റ്റ് പോർച്ചുഗീസ് ടു അറൈവ് ഇൻ ഇന്ത്യ ബൈ സീ? ആരായിരുന്നു കടൽ മാർഗം വന്ന ഫസ്റ്റ് പോർച്ചുഗീസുകാരൻ? യെസ്, വാസ്കോ ഡ ഗാമയാണ് അല്ലേ. ദെൻ വിച്ച് കൺട്രീസ് പീപ്പിൾസ് വർ ദ ഫസ്റ്റ് യൂറോപ്യൻസ് ടു അറൈവ് ഇൻ ഇന്ത്യ ബൈ സീ? അതേതാണ്? പോർച്ചുഗീസുകാരാണ്. Okay, then observe the map and find the following. The starting point of Vasco da Gama's voyage ഏതാണ്? ലിസ്ബൺ ആണ് അല്ലേ. പോർച്ചുഗലിലെ ലിസ്ബൺ ആണ്. നിങ്ങൾക്ക് ആ മാപ്പ് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. Then the place where Vasco da Gama arrived. വാസ്കോ ഡ ഗാമ എത്തിച്ചേർന്ന സ്ഥലമാണ് ചോദിച്ചിട്ടുള്ളത്. എവിടെയാണ്? യെസ്, കാപ്പാട് നിയർ കോഴിക്കോട്. Then the oceans and continents ട്രാവേഴ്സ്ഡ്. അവർ വാസ്കോ ഡ ഗാമ പിന്നിട്ട സമുദ്രങ്ങളും വൻകരകളുമാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് സമുദ്രങ്ങൾ? ഓഷ്യൻസ്, അറ്റ്ലാന്റിക് ഓഷ്യൻ, ഇന്ത്യൻ ഓഷ്യൻ. കോണ്ടിനെന്റ്സ് ഏതൊക്കെയാണ്? യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഹൗ ഡിഡ് സാമോറിയൻ ഓഫ് കോഴിക്കോട് റിയാക്ട് വാസ്കോ ഡ ഗാമ attempts to establish trade relation and what were the consequences? സാമുദ്രിമാരാണല്ലേ, അതായത് സാമുദ്രിമാർ തമ്മിലുള്ള കോഴിക്കോട് റിയാക്ട് വാസ്കോ ഡ ഗാമാസ് അറ്റംപ്റ്റ്സ് ടു എസ്റ്റാബ്ലിഷ് ട്രേഡ് റിലേഷൻ ആൻഡ് വാട്ട് വർ ദ കോൺസിക്വൻസസ്. അതിൻ്റെ കോൺസിക്വൻസസ് എന്താണെന്നും ചോദിച്ചിട്ടുണ്ടല്ലേ. എന്തൊക്കെയാണ്? Yes, the Samoan did not agree to Vasco da Gama's demand to exploit the Arabs and grant exclusive trading rights. As a result, Gama obtained trade permission from the Kolathiri king of Kannur. Then how did Vasco da Gama's successful voyage to India affect the Portuguese and what was the consequences of the relationship with the Zamorin? എന്താണ്? വാസ്കോ ഡ ഗാമ returned home with goods worth 60 times more than the cost of his journey. The profit generated in this journey encouraged the Portuguese to make similar commercial trip to India. The Zamorin did not give the Portuguese a monopoly in trade. This led to conflicts between Zamorin and the Portuguese. Then about കുഞ്ഞാലി മരക്കാറിനെ കുറിച്ചിട്ടാണ് അല്ലേ. കുഞ്ഞാലി മരക്കാർ. The കുഞ്ഞാലി മരക്കാസ് protected the Zamorin and the western coast from the attacks of the Portuguese. അതായത് പോർച്ചുഗീസുകാരുടെ ആക്രമണങ്ങളും ചെറുത്ത് സാമൂതിയെയും പശ്ചിമ തീരപ്രദേശത്തെയും സംരക്ഷിച്ചിരുന്ന ആരായിരുന്നു? യെസ്, കുഞ്ഞാലി മരക്കാറാണ് അല്ലേ. കുഞ്ഞാലി മരക്കാർ വാസ് എ ഡിസൈഗ്നേഷൻ. എന്താണ്? കുഞ്ഞാലി മരക്കാർ എന്നത് എന്താണ്? സ്ഥാനപ്പേരായിരുന്നല്ലേ. 4 people have occupied this position at different times. ആരൊക്കെയാണത്? കുഞ്ഞാലി III defeated the Portuguese and captured Fort Chaliam. കുഞ്ഞാലി III ആണല്ലേ. കുഞ്ഞാലി III എന്താണ്? കുഞ്ഞാലി III എന്താ ചെയ്തത്? യെസ്, കുഞ്ഞാലി മൂന്നാമനായിരുന്നു ചാലിയങ്കോട്ട പിടിച്ചെടുത്തത് അല്ലെ. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയിട്ട് ചാലിയങ്കോട്ട പിടിച്ചെടുത്തത്. ദെൻ കുഞ്ഞാലി 4 അല്ലേ. കുഞ്ഞാലി 4 വാസ് എക്സിക്യൂട്ടഡ് ബൈ ദ പോർച്ചുഗീസ് ഇൻ ഗോവ. കുഞ്ഞാലി 4 എന്ത് ചെയ്തു? പോർച്ചുഗീസുകാരെ ഗോവയിൽ വെച്ച് വധിച്ചു. ദെൻ വിത്ത് ദ ഫാൾ ഓഫ് ദ കുഞ്ഞാലീസ് ദ ഡിക്ലൈൻ ഓഫ് ദ സെമോറിൻസ് ആൾസോ ബിഗെയിൻ. കുഞ്ഞാലിമാരുടെ പതനത്തോട് കൂടിയിട്ട് എന്താണ്? സാമൂതിരിയുടെ പതനവും ആരംഭിച്ചു എന്നാണ് പറയുന്നത്. Okay, the next question നോക്കാം. Find and list the Malayalam names of the things given in the picture. ഇവിടെയൊക്കെ മലയാളം നെയിംസ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ്? യെസ്, ടേബിൾ അതായത് മേശയാണ് അല്ലേ. ദെൻ ചെയർ, അൽമിറ, ദെൻ വിൻഡോ, പെൻ, സാക്ക്. എളുപ്പമല്ലേ? ഓക്കെ. Then list the impact of Portuguese contact in India in different areas. Okay, the first European fort in India was established in Kochi. List the impact ആണ് അല്ലെ. പോർച്ചുഗീസ് കോണ്ടാക്ട് ഇൻ ഡിഫറെൻറ്റ് ഏരിയാസ്. ഓരോ ഏരിയാസിലും ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് നമുക്കറിയാം എന്താണ് കാഷ്യൂ ട്രീ, അതായത് പറങ്കിമാവ് അല്ലേ. പപ്പായ, ഗാവ, പേരയ്ക്ക, പൈനാപ്പിൾ വർ ഇൻട്രൊഡ്യൂസ്ഡ്. അതായത് കശുമാവ്, പപ്പായ, പേരയ്ക്ക, പൈനാപ്പിളൊക്കെ എന്താണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ദെൻ നെക്സ്റ്റ് പോയിന്റ് നമുക്ക് എഴുതാം.
ദ ഫസ്റ്റ് യൂറോപ്യൻ ഫോർട്ട് ഇൻ ഇന്ത്യ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ കൊച്ചി. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട കൊച്ചിയിൽ സ്ഥാപിച്ചു. ദെൻ ദ റീജിയൻസ് ഓഫ് കൊച്ചി, ഗോവ ആൻഡ് ദാമൻ ആൻഡ് ദിയു കെയിം അണ്ടർ ദ റൂൾ ഓഫ് ദ പോർച്ചുഗീസ്. അതുപോലെ തന്നെ കൊച്ചി, ഗോവ, ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങൾ എന്തൊക്കെയാണ്? പോർച്ചുഗീസ് അധീനതയിലായി, ആധിപത്യത്തിന് കീഴിലായി. ദെൻ പ്രിൻറ്റിംഗ് ടെക്നോളജി വാസ് പോപ്പുലറൈസ്ഡ്. അച്ചടി വിദ്യ അല്ലെ, പ്രിൻറ്റിംഗ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ അച്ചടി വിദ്യ പോപ്പുലറൈസ്ഡ് ആയി, പ്രചരിപ്പിച്ചു. ദെൻ ആർട്ട് ഫോം സച്ച് ആസ് ചവിട്ടുനാടകം ആൻഡ് മാർഗംകളി വെർ പോപ്പുലറൈസ്ഡ്. ചവിട്ടുനാടകം, മാർഗംകളി തുടങ്ങിയവ എന്തായി? പോപ്പുലറൈസ്ഡ് ആയി. ദ യൂറോപ്യൻ സ്റ്റൈൽ ഓഫ് കൺസ്ട്രക്ഷൻ വാസ് സ്റ്റാർട്ടഡ് അല്ലെ, യൂറോപ്യൻ സ്റ്റൈലിലുള്ള കൺസ്ട്രക്ഷൻ, കെട്ടിട നിർമ്മാണമൊക്കെ ആരംഭിച്ചു. ദ ട്രെയിനിങ് വാസ് ഗിവൺ ഇൻ വാർ ടാക്ടിക്സ് ഇൻ യൂറോപ്യൻ ആൻഡ് വെപ്പൺസ്. അതായത് യൂറോപ്യൻ പടക്കോപ്പുകളും യുദ്ധമുറകളും അഭ്യസിപ്പിച്ചു. ദെൻ ക്രിസ്ത്യൻ റിലീജിയസ് എഡ്യൂക്കേഷൻ സെൻറ്റേഴ്സ് വാസ് സ്റ്റാർട്ടഡ്. ക്രിസ്ത്യൻ ക്രൈസ്തവ മതപഠന കേന്ദ്രങ്ങൾ ആരംഭിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് ആൻഡ് ലിസ്റ്റ് ദ ഇമ്പാക്ട് ഓഫ് പോർച്ചുഗീസ് കോണ്ടാക്ട് ഇൻ ഇന്ത്യ ഡിഫറെൻറ്റ് ഏരിയാസ്. ഓരോ ഏരിയാസിലും അല്ലേ, അതായത് പോർച്ചുഗീസ് ബന്ധം ഇന്ത്യയിൽ വ്യത്യസ്ത മേഖലകളിൽ ചെലുത്തിയ സ്വാധീനം കണ്ടെത്തി പട്ടിക കംപ്ലീറ്റ് ചെയ്യാനാണ് അല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നോക്കൂ. പൊളിറ്റിക്കൽ ഫീൽഡ് നമുക്ക് എന്തൊക്കെ എഴുതാം? Yes, the first European fort in India was established in Kochi. The next point എഴുതാം. The regions of Kochi, Goa and Daman Diu came under the rule of the Portuguese. The next agricultural sector-ലാണ് അല്ലെ, കാർഷിക മേഖല. കാഷ്യൂ, പപ്പായ ആൻഡ് പൈനാപ്പിൾ were introduced. The next knowledge sector എഴുതാം. Printing technology was popularized. Christian religious education centers were started. The training was given in war tactics and European weapons. Then cultural എന്തൊക്കെയാണ്? Yes, art forms such as ചവിട്ടുനാടകം and മാർഗംകളി were popularized. The European style of construction was started. Okay. The next question നോക്കാം നമുക്ക്. About Dutch അല്ലേ, ഡച്ചുകാരെ കുറിച്ചിട്ടാണ്. The Europeans who came to India after the Portuguese were from Holland. They are also known as the Dutch. എന്താണ്? Yes, the European who came to India after the Portuguese were from Holland. അതായത് എന്താണ് ഇവിടെ പറയുന്നത്? യെസ്, ഹോളണ്ട് അല്ലേ, അതായത് യൂറോപ്പിന് ശേഷം വന്ന അല്ലേ, യൂറോപ്യൻ ഹു കെയിം ഇന്ത്യ ആഫ്റ്റർ, പോർച്ചുഗീസുകാർക്ക് ശേഷം വന്ന യൂറോപ്യരാണ് ആരെന്ന് പറയുന്നത്? യെസ്, ആരാണ്? ഡച്ചുകാരല്ലേ. ദേ ആർ ഓൾസോ നോൺ ആസ് ദ ഡച്ച്. ദെൻ വാട്ട് വർ ദ മെയിൻ ട്രേഡിംഗ് സെൻറ്റേഴ്സ് ഓഫ് ദ ഡച്ച് ഇൻ ഇന്ത്യ? ഏതൊക്കെയായിരുന്നു? ദ മെയിൻ ട്രേഡിംഗ് സെൻറ്റേഴ്സ് ഓഫ് ഡച്ച് ഇൻ ഇന്ത്യ വർ നാഗപട്ടണം ഉണ്ട്. അതുപോലെ തന്നെ ഏതൊക്കെയാണ് കൂട്ടുകാരെ? നാഗപട്ടണം, ബറോച്ച്, ദെൻ അഹമ്മദാബാദ് ആൻഡ് ചിൻസുര അല്ലേ. ഏതൊക്കെയാണ് മെയിൻ ട്രേഡിംഗ് സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്? യെസ്, നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ് ആൻഡ് ചിൻസുര. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Who fought in the Battle of Kolachal? What was the main impact of the Battle of Kolachal? Kolachal യുദ്ധമാണ് അല്ലേ. Who fought the Battle of Kolachal? The Battle of Kolachal took place in 1741. It was between the Travancore ruler മാർത്താണ്ഡവർമ്മ ആൻഡ് ദ ഡച്ച്. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലായിരുന്നു അല്ലേ. ട്രാവൻകൂർ, തിരുവിതാംകൂർ രാജാവായ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലായിരുന്നു ഇത് കൊളച്ചൽ യുദ്ധം നടന്നത്. ദെൻ ഇമ്പാക്റ്റ് ചോദിച്ചിട്ടുണ്ട് അല്ലേ. വാട്ട് വാസ് ദ മെയിൻ ഇമ്പാക്ട് ഓഫ് ദ ബാറ്റിൽ ഓഫ് കൊളച്ചൽ? എന്താണ് മെയിൻ ഇമ്പാക്ട് എന്ന് പറയുന്നത്? യെസ്, വിത്ത് ദ ഡിഫീറ്റ് ഇൻ ദ ബാറ്റിൽ ഓഫ് കൊളച്ചൽ ദ ഡച്ച് ലോസ്റ്റ് ദെയർ സൂപ്രമസി ഇൻ ഇന്ത്യ. ഇറ്റ് വാസ് ദ ഫസ്റ്റ് ബാറ്റിൽ ഇൻ വിച്ച് യൂറോപ്യൻ പവർ ലോസ്റ്റ് ആൻ ഇന്ത്യൻ റൂളർ. എന്താണ്? യെസ്, ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടതോടെ എന്താണ്? ഡച്ചുകാർക്ക് ഇന്ത്യയിലെ ആധിപത്യം നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ എന്താണ്? യെസ്, ഇറ്റ് വാസ് ദ ഫസ്റ്റ് ബാറ്റിൽ ഇൻ വിച്ച് യൂറോപ്യൻ പവർ ലോസ്റ്റ് ടു ആൻ ഇന്ത്യൻ റൂളർ. അതായത് ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോട് പരാജയപ്പെട്ട ആദ്യ യുദ്ധമായിരുന്നു ഏത്? യെസ്, ബാറ്റിൽ ഓഫ് കുളച്ചൽ യുദ്ധം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വാസ് ദ മെയിൻ ഇൻഫോർമേഷൻ ഓഫ് ദ വർക്ക് ഹോത്തൂസ് മലബാരിക്കസ്? ഹൂ ലെഡ് ദ റൈറ്റിംഗ് ഓഫ് ദിസ് വർക്ക്? What was the main information of the work Hothus Malabaricus? Yes, information about 742 medicinal plants of Kerala is presented in this work. ഹോർത്തൂസ് മലബാരിക്കസിൽ എന്താണ്? എത്രയാണ് കൂട്ടുകാരെ പറഞ്ഞിട്ടുള്ളത്? 42 മെഡിസിനൽ പ്ലാന്റ്സ് അല്ലേ. 42
742, അതായത് 742 ഔഷധ സസ്യങ്ങളെ കുറിച്ചിട്ടല്ലേ. ദെൻ ഹെൻറിക് വാൻ റീഡ് ആൻഡ് ദ ഡച്ച് ഗവർണർ വാസ് ദ കംപ്ലൈ ഓഫ് ദിസ് വർക്ക്. ആരൊക്കെയാണ് ഇതിന് വർക്കിലുണ്ടായിരുന്നത്? ആരൊക്കെയാണ്? ഹെൻറിക് വാൻ റീഡും ഡച്ച് ഗവർണറും അല്ലേ. ഹെൻറിക് വാൻ റീഡ്, ദെൻ ഡച്ച് ഗവർണർ, അതായത് ഡച്ച് ഗവർണർ ആയിരുന്ന ആര്? ഹെൻറിക് വാൻ റീഡ് ആണല്ലേ ഈ കൃതിയുടെ രചനയ്ക്ക് നേതൃത്വം നൽകിയെന്ന് പറയുന്നത്. ഓക്കെ, ദെൻ who were the key contribution that assisted Henrik van Rooyen in compiling the Hortus Malabaricus? The Hortus Malabaricus, the Malayali medical practitioner Itti Achyutan helped Henrik van Rooyen in the composition of Hortus Malabaricus. Itti Achyutan was an accomplished ingenious medical practitioner born in എവിടെയാണ് ജനിച്ചിട്ടുള്ളത്? കടകരപ്പള്ളി വില്ലേജ് ഇൻ ചേർത്തല താലൂക്ക് ഓഫ് ദ പ്രസന്റ് ഡേ ആലപ്പുഴ ഡിസ്ട്രിക്ട് ഇൻ ട്രഡീഷൻ ഫാമിലി ഓഫ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ്. ഓക്കെ, ദ നെക്സ്റ്റ് അബൌട്ട് ഇട്ടി അച്യുതൻ. ഇട്ടി അച്യുതനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇട്ടി അച്യുതൻ വാസ് എൻ അക്കംപ്ലിഷ്ഡ് ഇൻജീനിയസ് മെഡിക്കൽ പ്രാക്ടീഷണർ ബോൺ ഇൻ കടക്കരപ്പള്ളി വില്ലേജ് ഇൻ ചേർത്തല താലൂക്ക് ഓഫ് ദ പ്രസന്റ് ഡേ ആലപ്പുഴ ഡിസ്ട്രിക്ട് ഇൻ ട്രഡീഷൻ ഫാമിലി ഓഫ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ്. എന്താണ്? ഇട്ടി അച്യുതൻ വാസ് എൻ അക്കംപ്ലിഷ്ഡ് ഇൻഡിജിനിയസ് മെഡിക്കൽ പ്രാക്ടീഷണർ ബോൺ ഇൻ കടക്കരപ്പള്ളി വില്ലേജ് ഇൻ ചേർത്തല. അതായത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ കടക്കരപ്പള്ളി ഗ്രാമത്തിലാണ് ഒരു പാരമ്പര്യ വൈദ്യുതി ജനിച്ച പ്രഗത്ഭനായ നാട്ടുവൈദ്യനാരായിരുന്നു? ഇട്ടി അച്യുതൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. ദിസ് ഈസ് എ പിക്ചർ ഫ്രം ഹോർത്തൂസ് മലബാറിക്കസ് identify the plant എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഹോർത്തൂസ് മലബാറിക്കസിന്റെ പ്ലാന്റിന്റെ ചിത്രമാണ് നമുക്ക് ഇവിടെ നൽകിയിട്ടുള്ളത്. ആ പ്ലാന്റ് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ് ഈ പ്ലാന്റ് എന്ന് പറയുന്നത്? അത് ചൂണ്ടപ്പനയാണ്. എന്താണ്? ചൂണ്ടപ്പന. പൂക്കളും അലങ്കാര ചെടികളും യൂറോപ്യൻ പവേഴ്സ് came to India for trade after Dutch. ഡച്ചുകാർക്ക് ശേഷം തന്നെയാണ് പൂക്കളും അലങ്കാര ചെടികളും ഉപയോഗിച്ച് വിവിധ രൂപകൽപ്പനകളും കരകൗശല വസ്തുക്കളും നിർമ്മിച്ചത്. known as. ഫസ്റ്റ് നമുക്ക് എഴുതാം. ആഫ്റ്റർ ദ ഡച്ച് ദ ബ്രിട്ടീഷ് ആൻഡ് ദ ഫ്രഞ്ച് കെയിം ടു ഇന്ത്യ ഫോർ ട്രേഡ്. പിന്നെ വന്നത് ആരാണ്? ഡച്ചുകാരാണല്ലേ. ഡച്ചുകാർക്ക് ശേഷം ആരാ വന്നത്? ബ്രിട്ടീഷ് ആൻഡ് ഇംഗ്ലീഷ് ആൻഡ് ഇൻ ദ ഫ്രഞ്ച് കെയിം ടു ദ ട്രേഡ് അല്ലേ. There was a fought between the British and the French for dominance in South India are on the Carnatic War. അപ്പോൾ എന്താണ് കർണാട്ടിക് വാർ എന്ന് പറയുന്നത്? ഇന്ത്യയിൽ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിലുണ്ടായ യുദ്ധങ്ങളാണ് എന്തെന്ന് പറയുന്നത്? കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. About Carnatic Wars. The war fought between the British and the French for dominance in South India are known as Carnatic War. This battle took place in Carnatic region, which include a major portion of the present-day Tamil Nadu and the coastal area southern Andhra Pradesh. കർണാട്ടിക് വാറിനെ കുറിച്ചിട്ടാണല്ലേ പറഞ്ഞിട്ടുള്ളത്. എന്താണ്? the wars fought between the British and the French for dominance in South India are known as Carnatic War. അതായത് ഇന്ത്യയിൽ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിലുണ്ടായ യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങളെന്ന് അറിയപ്പെടുന്നത്. These battles took place in the Carnatic region, which include a major portion of the present-day Tamil Nadu and the coastal area of southern Andhra Pradesh. southern Andhra Pradeshിൻ്റെയും അതേപോലെ തന്നെ തമിഴ്നാട് അല്ലേ. എ മേജർ പോർഷൻ ഓഫ് ദ പ്രസന്റ് ഡേ തമിഴ്നാട്, അതായത് ഇന്നത്തെ തമിഴ്നാടിൻ്റെ ഭൂരിപക്ഷ പ്രദേശങ്ങളും ആന്ധ്രാപ്രദേശിൻ്റെ തെക്കൻ തീരപ്രദേശങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് കർണാട്ടിക് അല്ലേ. 3 കർണാട്ടിക് യുദ്ധങ്ങളാണ് നടന്നിട്ടുള്ളതെന്നും പറയുന്നുണ്ട് അല്ലേ. There were 3 Carnatic wars. Then the British won in this decisive war. As a result, French dominance was reduced to Pondicherry, Yanam, Karaikal and Mahi. Okay, the next question നോക്കാം. Look at the given map and find the major centers under the control of the Portuguese, Dutch and French. പോർച്ചുഗീസ് ഒക്യുപ്പൈഡ് ടെറിട്ടറീസ് ഏതൊക്കെയാണ്? കൊച്ചി. നിങ്ങൾക്ക് ഈ മാപ്പ് നോക്കിയിട്ട് എളുപ്പത്തിൽ കണ്ടെത്താവുന്നതാണ്. കൊച്ചി. ദെൻ ദാമൻ, ദിയു, ഗോവ. ദെൻ ഡച്ച് ഒക്യുപ്പൈഡ് ടെറിട്ടറീസ് ഏതാണ്? ഡച്ച് അധിനിവേശ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? നാഗപട്ടണം, അഹമ്മദാബാദ്, ചിൻസുര, ബറോച്ച് അല്ലേ. ദെൻ ഫ്രഞ്ച് ഒക്യുപ്പൈഡ് ടെറിട്ടറീസ് പോണ്ടിച്ചേരി, മാഹി, യാനം, കാരക്കൽ. Then the English East India Company was established by the British in എന്നാണ് 1600 അല്ലേ, 1600.
Then discuss how the company attained dominance in Madras, Bombay and Calcutta and interfered in the administration of these territories. Yes, the English East India Company was established by the British in 1600 for trade with Asia. The company initially started operation in India for trade, but later paved the way of political administrative dominance. After gaining dominance in Madras and Calcutta, Bombay, the company began to interfere in the administration of these territories. Then establishment of trading centers. Captain William Hawkins, a representative of the company, obtained permission from the then Mughal Emperor Jahangir to get a factory in Surat, Gujarat in 1613. This encouraged the company to open more factories in various parts of India. With the establishment of the factories in Madras, Bombay and Calcutta, these regions became the company a major trading and naval centers. Then growth of military and political power. The company established armies and forts to protect the trading traders. For St. George in Madras, Fort William in Calcutta were established. These forts provided in the company with military strength and opportunity to negotiate with local rulers and engage in conflicts. Then next the Battle of Buxar and expansion of governments. In the Battle of Buxar in 1784, അതായത് 1784, the company defeated the combined force of the Mughal Emperor Shah Alam II, then Nawab Aud Shuja and Shuja-ud-Dawla and Nawab Bengal Mirza Singh. With his victory, the company secured the right to collect taxes in provinces of Bihar, Bengal and Orissa. This provided the company with the financial and political foundation for greater intervention in the administrative affairs of Madras, Bombay and Calcutta.